ഹായ് ഹലോ, ഇന്ന് നമുക്ക് സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ആകെ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. ഒന്ന് സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണാനും അതുപോലെ തന്നെ ഏരിയ ഓഫ് സർക്കിൾ കാണാനും. ഓക്കെ, ഇത് ഒരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഈ അറ്റത്ത് നിന്നും ഈ അറ്റത്തേക്ക് വരയ്ക്കുന്ന ഈ ലൈനാണ് എന്ത്? ഡയാമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഇത്രയും ദൂരത്തിന് എന്ത് വിളിക്കും നമ്മൾ? ഇവിടെ നിന്നും ഇത്രയും ദൂരത്തിന് നമ്മൾ റേഡിയസ് എന്നും പറയും. ഓക്കെ, ഇത്രയും കാര്യമാണ് ബേസിക്കായിട്ട് നമുക്ക് സർക്കിളിൻ്റെ കാര്യത്തിൽ അറിയാനുള്ളത്. ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ള രണ്ട് കാര്യം എന്താ പറഞ്ഞത്? സർക്കംഫറൻസ് അല്ലേ? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താ? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ എന്താ? 2πr, അതായത് 2πr. ഇവിടെ ഈ 2r എന്ന് പറയുന്നത് എന്താ? 2r എന്ന് പറഞ്ഞാൽ 2r, ഇവിടെ ഒരു r, ഇവിടെ ഇത്രയും ഭാഗം ഒരു റേഡിയസ് ആറാണ്, ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഒരു റേഡിയസ് ആണ്. അപ്പോൾ 2r കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ? d. അപ്പോൾ നമുക്ക് എന്ത് പറയാം? πd. ഇതല്ലെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ, ഈ ഒരു സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ചെയ്യാം. അടുത്തത് ഇതിൻ്റെ ഏരിയ കാണാനാണ്. ഈ രണ്ട് കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ഏരിയ ഓഫ് എ സർക്കിൾ എന്താ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? πr². എന്താണ്? πr². ഇനി നമുക്കിതിൽ മെയിനായിട്ടും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ബേസിക്കായിട്ട് ഇതിൻ്റെ വാല്യൂ കൂടി മനസ്സിലാക്കി വെക്കുക. 3.14 ആണ് പൈയുടെ വാല്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരിക്കലും എന്ത് തരില്ല? ഡയറക്റ്റ്, ചില ക്വസ്റ്റ്യനിൽ തരും, ഡയറക്റ്റ് റേഡിയസ് തരില്ല, അല്ലെങ്കിൽ ഡയാമീറ്ററോ തരില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. അവിടെ മിക്ക കേസിലും നമ്മൾ പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. പൈത്തഗോറസ് സിദ്ധാന്തം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്കായിട്ടൊരു ക്ലാസ്, ഇതിൻ്റെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഇപ്പോഴാണ്, ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവർ എന്തായാലും ഈ സർക്കിൾ മെഷേഴ്സ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ആ വീഡിയോ ഒന്ന് എന്തായാലും കാണണം. അത് കണ്ടു പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിൽ ഇത്ര കാര്യമാണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത്ര കാര്യം പഠിച്ചാൽ മതി. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ നമുക്ക് അവർ തന്നിട്ടുണ്ട്? ഈ ഒരു ഇത്രയും അളവ് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഇവിടെ ഈ ഒരു ലൈൻ എന്താ പറയുക? നമ്മൾ കോഡ് എന്നാണ് പറയുക. ഇതിനെയാണ് നമ്മൾ പറയുക കോഡ്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ കോഡിനെ ഈ സെൻറ്ററിൽ കൂടെ വരുന്ന ഈ ലൈൻ കട്ട് ചെയ്ത കാരണം ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം 4 എന്നുള്ളത് ഇത്രയും ദൂരം ഈക്വൽ എന്ന് പറയുമ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ നമുക്കറിയാം അല്ലേ, സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഒരറ്റത്തേക്കുള്ള ദൂരത്തിന് എന്താ നമ്മൾ പറയുക? റേഡിയസ്. ആ ഡിസ്റ്റൻസിന് എന്താ പറയുക? റേഡിയസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും റേഡിയസിൻ്റെ അളവ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതിവിടെ 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേഡിയസ് എത്രയെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും 6 സെൻറ്റിമീറ്ററും ഇത് ഫുള്ളും 4 ആണെങ്കിൽ ഈ 4ൽ നിന്ന് ഈ ആർ റേഡിയസ് കുറച്ചതായിരിക്കുമല്ലോ ഇവിടെ നിന്ന് ഇത്രയുള്ള ദൂരം, അതായത് 4 - r. ഓക്കെ, അതാണ് ഇവിടെ നിന്ന് ഇത്രയുള്ള ദൂരം. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ? റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിൽ ഒരു ട്രയാങ്കിൾ കണ്ടുപിടിച്ചാൽ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഇവിടുത്തെ അളവ് അറിയാം, നമുക്ക് ഇവിടുത്തെ അളവ് അറിയാം. അപ്പോൾ ഈ കിട്ടിയ അളവുകളുള്ള ഭാഗം വെച്ചിട്ട് നമുക്കൊരു റേഡിയസ് കണ്ടുപിടിക്കുന്ന ഒരു ലൈന് എടുക്കാം. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇതെന്താ? അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇത് റേഡിയസ്, ഈ അളവ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് റേഡിയസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിനേക്കാളും മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യാനുണ്ട്. എന്താ? നമുക്ക് ഈ ഇതിലത്തെ ഓരോ പോയിൻറ്റിനൊക്കെ ലാബിൽ ചെയ്തിട്ട് പേര് കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ സെൻറ്റർ O ആക്കിയിട്ട് എടുക്കുക. O, ഇത് A, ഇത് B. ഓക്കെ, ഇത് A, ഇത് B, ഇത് C. ഇങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് P എന്ന് കൊടുക്കാം. P. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പൈത്തഗോറസ് തിയറം ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു അളവ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ബേസ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും പോയി കാണാം കേട്ടോ. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ ത്രികോണം ABC അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ABC. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ വാല്യൂസും നമുക്കറിയാം അല്ലേ? ഇതിൽ ഏതൊക്കെ വാല്യൂസാണ് ഉള്ളതെന്ന്. അപ്പോൾ AB =
എ ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് എന്താ, ഈ ഒ സി ഈക്വൽ ടു എന്താണ്, റേഡിയസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതും, ഈക്വൽ ടു എന്താ, ആർ, റേഡിയസ് ആണ് അല്ലേ, ഇത് റേഡിയസ് അല്ലേ, അപ്പോൾ ആർന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ പി ഒ പി ഈക്വൽ ടു എന്തായി, 4 - ആർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത വാല്യൂ എന്താ അറിയാം. ഇനി നമ്മൾ അടുത്തത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോണത്, കൺസിഡർ ഏതാ, ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളാണ്, APO. അപ്പോൾ ട്രയാങ്കിൾ APO. അപ്പോൾ നമുക്കതിൽ നിന്നും AP ഈക്വൽ ടു എത്ര കിട്ടും, 2 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ അറിയാം, PO നമ്മളിവിടെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്, 4 - ആർ. പിന്നെ ഇവിടെ എന്താ, ഇത് OA ഈക്വൽ ടു റേഡിയസ് ആണല്ലേ, അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമൊക്കെ റേഡിയസ് ആണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും കിട്ടി. ഇനി അപ്ലൈ പൈതഗോറസ് തിയറം. അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോറ്റന്യൂസ് എന്ന് പറയുന്നത് എന്താ, OA സ്ക്വയർ ഇസ് ഈക്വൽ ടു OP സ്ക്വയർ പ്ലസ് AP സ്ക്വയർ, അങ്ങനെയാണല്ലോ വരിക. ഇനി ആ വാല്യൂസൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ OA എന്ന് പറയുന്നത് എന്താ, റേഡിയസ് ആണ്. അപ്പോൾ OA സ്ക്വയർ എന്ന് വെച്ചാൽ R സ്ക്വയർ. പിന്നെ OP എന്ന് പറയുന്നത് 4 - ആർ ആണ്. AP എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ R സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 - ആർ ഓൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ഇതിൽ 4 - ആർ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് A - B ഓൾ സ്ക്വയർ. A - B ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ അത് എഴുതും, A സ്ക്വയർ ഇതല്ലേ, A സ്ക്വയർ മൈനസ് 2AB. അപ്പോൾ 4 × R എന്നിട്ട് എന്താ, പ്ലസ് B സ്ക്വയർ പ്ലസ് R സ്ക്വയർ അല്ലേ. ഇനി ഇതിൽ നിന്ന് നമുക്ക് അടുത്തൊരു വരി കാണാം. അതിന് മുമ്പ് പ്ലസ് 2 സ്ക്വയർ കൂടി എഴുതണം കേട്ടോ. പ്ലസ് 2 സ്ക്വയറിൻ്റെത് എന്താ, 4. 2 സ്ക്വയർ എന്താ, 4. അപ്പോൾ ഇതിൽ നിന്ന് 4 സ്ക്വയർ എത്ര, 16 മൈനസ്, പിന്നെ ഇവിടെ 2 × 4 × 6. അപ്പോൾ അവിടെ എന്ത് വരും, 8R പ്ലസ് R സ്ക്വയർ. പിന്നെ ഇവിടെ ഈ പ്ലസ് 4 ഉണ്ട് അല്ലേ, പ്ലസ് 4. ഇവിടെ ഇനി നമുക്ക് എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ എല്ലാം എഴുതിയില്ലേ. ഇനി ഇതിൽ നിന്നും അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ R സ്ക്വയർ ഉണ്ട്, ഇവിടെ പുറത്തൊരു R സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 R സ്ക്വയറിനെ കൂടി ഒരുമിച്ച് കൊണ്ടുവരാം. അതായത് ഈ R സ്ക്വയറിനെ അവിടെ കിടക്കുന്ന R സ്ക്വയറിൻ്റെ അടുത്തേക്ക് ഇവിടുത്തെ കൂട്ടാനുള്ള R സ്ക്വയർ പോയി കഴിഞ്ഞാൽ എന്തായി, -R സ്ക്വയറായി. അപ്പോൾ R സ്ക്വയർ R സ്ക്വയർ കഴിഞ്ഞ് പോയാൽ 0 തന്നെ കിട്ടും നമുക്ക് ആൻസർ. 16 ഇവിടെ ഒരു പ്ലസ് 4 ഉണ്ടല്ലേ. അപ്പോൾ നമ്പറുകൾ നമുക്ക് കൂട്ടി എഴുതാം. 16 + 4 എത്രയായി, 20 ആയി. പിന്നെ -8R. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതിക്കൂടെ, ഇവിടെ 0 അല്ലേ, = 20 - 8R. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 20നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ. അല്ലെങ്കിൽ ഈ 8R ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഉത്തരം എന്താവും, 8R. 8R എത്രയായി, 20. ഇനി ഇതിന് നമുക്ക് 6 മാത്രമായിട്ട് കണ്ടുപിടിച്ചൂടെ, എത്ര കിട്ടും, 20നെ 8 കൊണ്ട് ഇവിടെ മറ്റേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട 8നെ ഇപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷനായിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 2 പേര് 2 കൊണ്ട് വെട്ടാം. ഇവിടെ 2 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും, 4 × 2 അല്ലേ 8. ഇവിടെ 10 × 2 ആണ് 8. ഇനി വീണ്ടും ഇതിനെ നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൽ 2 പ്രാവശ്യം, ഇവിടെ 10ൽ 2 5 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 5/2 കിട്ടി കേട്ടോ. ഇനി ബാക്കിയുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായി വന്നോളും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എല്ലാ ആൻസറുകളും കിട്ടിയില്ലേ, 6ഉം കിട്ടി, എല്ലാം കിട്ടി. ഇനി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ കാണാൻ എങ്ങനെ, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈക്വൽ ടു എത്രയാണ്, എന്താ നമ്മുടെ ഇക്വേഷൻ, എന്താ ഇക്വേഷൻ, 2πr അല്ലേ. അപ്പോൾ 2πr കാണാനുള്ള 2πr എന്ന ഫോർമുല വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഈക്വൽ ടു 2πr എന്ന് വെച്ചാൽ 2 അറിയാം, പൈയുടെ വാല്യൂ 3.14 ആണെന്ന് അറിയാം, ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ. എത്ര കിട്ടി നമുക്ക്, 5/2. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ 2ന് വെട്ടിപ്പോവില്ലേ,
ഇങ്ങനെ വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ആൻസർ കിട്ടും ഇൻറ്റു 3.14. ഇനി നമുക്കിവിടെ ഒരു കാര്യമുണ്ട്, ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്വസ്റ്റ്യനിൽ ചിലതിന് പൈയുടെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആൻസർ മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. എങ്ങനെ എഴുതി വെക്കാം? 5 പൈ എന്ന് എഴുതി വെക്കാം. ഓക്കെ. അത് ഇനി ഇതിന് ടൈമോ അത് മാർക്ക് അനുസരിച്ചിട്ടേ, മാർക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ നമുക്ക് എന്താ പറയുക, നമുക്കതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, സെൻറ്റിമീറ്റർ. നമ്മളെപ്പോഴും യൂണിറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഈ ഒരു പ്രോബ്ലം ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയും ഷെയർ ചെയ്യും. കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു.